ഓം ശാന്തി 2/12/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പ്രതിജ്ഞയാണ്, എപ്പോൾ അങ്ങ് വരുന്നുവോ അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ ബലിയർപ്പണമാകാം. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ പ്രതിജ്ഞ ഓർമ്മിപ്പിക്കാൻ. ചോദ്യം: ഏത് മുഖ്യ വിശേഷതയുടെ കാരണത്താലാണ് പൂജ്യരെന്ന് കേവലം ദേവതകളെ മാത്രം വിളിക്കുന്നത്? ഉത്തരം: ഒരിക്കലും ആരെയും ഓർമ്മിക്കാത്തവർ എന്നത് ദേവതകളുടെ മാത്രം വിശേഷതയാണ്. ബാബയെയും ഓർമ്മിക്കുന്നില്ല, ആരുടെയും ചിത്രത്തെയും ഓർമ്മിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ പൂജ്യർ എന്ന് പറയുന്നത്. അവിടെ സുഖം തന്നെ സുഖമായിരിക്കും. അതിനാൽ ആരെയും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ ഇങ്ങനെ പൂജ്യരും പാവനവും ആവുകയാണ്. പിന്നീട് ആരെയും ഓർമ്മിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാകില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ഇപ്പോൾ ആത്മീയ ആത്മാക്കളെ എന്ന് പറയില്ല. റൂഹ് അഥവാ ആത്മാവ് കാര്യം ഒന്ന് തന്നെയാണ്. ആത്മീയ കുട്ടികൾക്ക് ബാബ ഇതെല്ലാം മനസ്സിലാക്കി തരികയാണ്. ഇതിനു മുൻപ് പരംപിത പരമാത്മാവ് ആത്മാക്കൾക്ക് ജ്ഞാനം നൽകിയിട്ടില്ല. ബാബ സ്വയം പറയുകയാണ്, ഞാൻ ഒരേ ഒരു തവണ കൽപ്പത്തിലെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് വരുന്നത്. മുഴുവൻ കൽപ്പത്തിലും കേവലം സംഗമത്തിലല്ലാതെ ബാബ സ്വയം വേറെ ഒരു സമയത്തും വരുന്നില്ല. ഇത് വേറെ ആർക്കും പറയാൻ കഴിയില്ല. എപ്പോഴാണോ ഭക്തി പൂർത്തിയാകുന്നത് അപ്പോൾ തന്റെ കുട്ടികൾക്ക് ജ്ഞാനം നൽകാനാണ് ബാബ വരുന്നത്. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത് ചില കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സഹജമാണ്. എന്നാൽ അവരുടെ ബുദ്ധിയിൽ ശരിയായ രീതിയിൽ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ മനസ്സിലാക്കി തരുന്നത്. മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലാക്കുന്നില്ല. സ്കൂളിൽ ടീച്ചർ 12 മാസം പഠിപ്പിച്ചിട്ടും ചില കുട്ടികൾ തോൽക്കുന്നുണ്ട്. ഇവിടെ പരിധിയില്ലാത്ത അച്ഛൻ ദിവസവും കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നാലും ചിലർ ധാരണ ചെയ്യുന്നുണ്ട്, ചിലർ മറക്കുന്നുമുണ്ട്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. ഇതാണ് ബാബ പഠിപ്പിക്കുന്ന മുഖ്യ പാഠം. മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ. ഇത് ബാബയ്ക്കല്ലാതെ വേറെ ഒരു മനുഷ്യർക്കും ഒരിക്കലും പറയാൻ കഴിയില്ല. ബാബ പറയുകയാണ്, ഞാൻ ഒരു തവണ മാത്രമേ വരികയുള്ളൂ. കൽപ്പത്തിന് ശേഷം വീണ്ടും സംഗമത്തിൽ ഒരു തവണ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾക്കാണ് ഈ ജ്ഞാനം കിട്ടുന്നത്. വേറെ ആർക്കും ഇത് അറിയുക തന്നെയില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികളായ നിങ്ങൾ ബ്രാഹ്മണരാണ് ഈ ജ്ഞാനം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, കൽപ്പം മുൻപും ബാബ സംഗമത്തിൽ ജ്ഞാനം കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ബ്രാഹ്മണർക്കാണ് പാർട്ടുള്ളത്. ഈ വർണ്ണങ്ങളിലും നിങ്ങൾക്ക് കറങ്ങുക തന്നെ വേണം. മറ്റ് ധർമ്മത്തിലുള്ളവർ ഈ ധർമ്മങ്ങളിൽ വരികയേയില്ല. ബ്രാഹ്മണരാകുന്നതും ഭാരതവാസികൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ബാബയ്ക്ക് ഭാരതത്തിലേക്ക് വരേണ്ടി വരുന്നത്. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലി ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്ക് ശേഷം ദേവതകളും ക്ഷത്രിയരും വരും. ക്ഷത്രിയനായി നിങ്ങൾ മാറുകയല്ല, നിങ്ങൾ ബ്രാഹ്മണനായിട്ടാണ് മാറുന്നത്. പിന്നീട് നിങ്ങൾ തന്നെ ദേവതകളാകും. അവർ പിന്നീട് പതുക്കെ പതുക്കെ കലകൾ കുറഞ്ഞ് ക്ഷത്രിയൻ എന്ന് പറയപ്പെടും. സ്വയമേ ക്ഷത്രിയനായി മാറും. ബാബ വന്ന് ബ്രാഹ്മണരെയാണ് സൃഷ്ടിക്കുന്നത്. പിന്നീട് ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകും. പിന്നീട് അവർ തന്നെ ക്ഷത്രിയനാകും. 3 ധർമ്മങ്ങളുടെയും സ്ഥാപന ബാബ ഇപ്പോൾ ചെയ്യുകയാണ്. സത്യത്രേതായുഗത്തിൽ വീണ്ടും വരികയില്ല. മനുഷ്യർ മനസ്സിലാക്കാത്തത് കാരണം പറയുന്നുണ്ട് സത്യത്രേതായുഗത്തിലും ഭഗവാൻ വരുന്നുണ്ട് എന്ന്.
ബാബ പറയുകയാണ്, ഞാൻ ഓരോ യുഗങ്ങളിലൊന്നും വരുന്നില്ല. കൽപ്പത്തിന്റെ സംഗമത്തിൽ ഒരു തവണ മാത്രമേ വരികയുള്ളൂ. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഞാൻ നിങ്ങളെ ബ്രാഹ്മണനാക്കി മാറ്റും. ഞാൻ പരംധാമത്തിൽ നിന്നാണ് വരുന്നത്. ശരി, ബ്രഹ്മാവ് എവിടെ നിന്നാണ് വരുന്നത്? ബ്രഹ്മാവ് 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എടുക്കുന്നില്ല. ബ്രഹ്മാവും സരസ്വതിയും തന്നെയാണ് വിഷ്ണുവിന്റെ 2 രൂപങ്ങളായി ലക്ഷ്മി നാരായണൻ ആകുന്നത്. അവർ 84 ജന്മങ്ങൾ എടുക്കും. പിന്നീട് ഈ ആത്മാവിന്റെ അനേക ജന്മങ്ങളുടെ അന്തിമത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മാവാക്കി മാറ്റുന്നു. ബ്രഹ്മാവ് എന്ന പേര് വെച്ചതും ഞാനാണ്. ഇത് ബ്രഹ്മബാബയുടെ സ്വന്തം പേരൊന്നുമല്ല. കുട്ടി ജനിച്ചാൽ ജന്മദിനം ആഘോഷിക്കാറുണ്ട്, പേര് വെക്കാറുണ്ട്. ബ്രഹ്മബാബയുടെ ജാതകത്തിലെ പേര് ലേഖരാജ് എന്നാണ്. അത് കുട്ടിക്കാലത്തെ പേരാണ്. സംഗമത്തിൽ ബാബ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പേര് മാറ്റി. അതും വാനപ്രസ്ഥ അവസ്ഥയിലാണ് ബാബ പേര് കൊടുത്തത്. സന്യാസിമാർ വീടെല്ലാം ഉപേക്ഷിച്ചു പോയി തന്റെ പേര് മാറ്റാറുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ കുടുംബത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന പേരും കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണർ വേണമല്ലോ. ബാബ നിങ്ങളെ തന്റേതാക്കി മാറ്റി പവിത്ര ബ്രാഹ്മണൻ ആക്കുകയാണ്, പവിത്രമാക്കി മാറ്റുകയാണ്. ജന്മം കൊണ്ട് നിങ്ങൾ പവിത്രരൊന്നുമല്ല. നിങ്ങൾക്ക് പവിത്രമാകുന്നതിനുള്ള പഠിപ്പ് തരികയാണ്. എങ്ങനെ പവിത്രമായി മാറും? ഇതാണ് മുഖ്യ കാര്യം. നിങ്ങൾക്കറിയാം, ഭക്തിമാർഗത്തിൽ ആരും പൂജ്യരായിട്ടില്ല. മനുഷ്യർ ഗുരുക്കന്മാരുടെ മുന്നിൽ തല കുമ്പിടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ വീടെല്ലാം ഉപേക്ഷിച്ച് പവിത്രമായി ജീവിക്കുന്നുണ്ടല്ലോ. ബാക്കി അവരെ പൂജ്യനാണെന്ന് പറയാൻ കഴിയുകയില്ല. ആരെയും ഓർമ്മിക്കാത്തവരാരാണോ അവരാണ് പൂജ്യരാകുന്നത്. സന്യാസിമാർ ബ്രഹ്മതത്വത്തെ ഓർമ്മിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യുഗത്തിൽ ആരെയും ഓർമ്മിക്കില്ല. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ ഒരു ബാബയെ ഓർമ്മിക്കണം. മനുഷ്യർ ചെയ്യുന്നത് ഭക്തിയാണ്. നിങ്ങൾ ആത്മാക്കൾ ഗുപ്തമാണ്. ആത്മാവിനെ യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയില്ല. സത്യത്രേതായുഗത്തിലും തന്റെ പേരിൽ തന്നെയാണ് ശരീരധാരികൾ പാർട്ട് അഭിനയിക്കുക. പേരില്ലാത്ത പാർട്ട്ധാരി ഉണ്ടാകില്ലല്ലോ. എവിടെയായാലും ശരീരത്തിന് പേരുണ്ടാകുമല്ലോ. പേരില്ലാതെ പാർട്ട് എങ്ങനെ അഭിനയിക്കും? അങ്ങ് എപ്പോഴാണോ വരുന്നത് അന്ന് ഞാൻ അങ്ങേ മാത്രമേ എന്റേതാക്കുകയുള്ളൂ, വേറെ ആരെയുമില്ല എന്നെല്ലാം ഭക്തിമാർഗത്തിൽ പാടാറുണ്ടായിരുന്നു. ഇതും ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ അങ്ങയുടേതായിരിക്കും എന്നു പറഞ്ഞത് ആത്മാവായിരുന്നു. ഭക്തിമാർഗത്തിൽ ഏതെല്ലാം പേരോടുകൂടിയ ദേഹധാരികളുണ്ടോ അവരെ ഒന്നും നമ്മൾ പൂജിക്കില്ല. എപ്പോഴാണോ അങ്ങ് വരുന്നത് അങ്ങയിൽ ബലിയർപ്പണമാകും എന്ന് പറഞ്ഞതല്ലേ. എപ്പോഴാണ് വരുന്നത് അതും അറിയുന്നില്ല. ഇപ്പോഴും ദേഹധാരികളെ, മനുഷ്യരെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണോ പകുതി കൽപ്പത്തെ ഭക്തി പൂർത്തിയാകുന്നത് അപ്പോഴാണ് ബാബ വരുന്നത്. ബാബ പറയുകയാണ്, നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി എന്നോട് പറഞ്ഞതാണ് ഞാൻ അങ്ങേയല്ലാതെ വേറെ ആരെയും ഓർമ്മിക്കില്ല എന്ന്. എന്റെ ദേഹം പോലും ഓർമ്മിക്കില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ എന്നെ അറിയുന്നത് പോലുമില്ലെങ്കിൽ എങ്ങനെയാണ് ഓർമ്മിക്കുക? ഇപ്പോൾ ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. മധുരമധുരമായ കുട്ടികളെ, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബയാണ് പതീത പാവനൻ. ഈ ഓർമ്മയിലൂടെ നിങ്ങൾ പാവനവും സതോപ്രധാനവുമാകും. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഭക്തി ഉണ്ടാകില്ല. നിങ്ങൾ ആരെയും ഓർമ്മിക്കുക പോലുമില്ല. ബാബയെയും ഓർമ്മിക്കില്ല, ചിത്രങ്ങളെയും ഓർമ്മിക്കില്ല. അവിടെ സുഖം തന്നെ സുഖമായിരിക്കും.
ബാബ മനസ്സിലാക്കി തന്നു, നിങ്ങൾ കുട്ടികൾ എത്ര സമീപത്തേക്ക് എത്തുന്നോ അത്രയും കർമാതീത അവസ്ഥയും ഉണ്ടാകും. സത്യുഗത്തിൽ, പുതിയ ലോകത്തിൽ, പുതിയ കൊട്ടാരത്തിൽ വളരെയധികം സന്തോഷമായിരിക്കും. പിന്നീടത് 25% പഴയതാകുമ്പോൾ നിങ്ങൾ സ്വർഗത്തെ തന്നെ മറന്നവരായി മാറും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഞങ്ങൾ അങ്ങയുടേതായിരിക്കും, അങ്ങയിൽ നിന്ന് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പാടിയിരുന്നു. തീർച്ചയായും പരമാത്മാവിനോടായിരിക്കുമല്ലോ അത് പറഞ്ഞത്. ആത്മാവ് പരമാത്മാവാകുന്ന അച്ഛനോടാണ് പറഞ്ഞത്. ആത്മാവ് സൂക്ഷ്മമായ ബിന്ദുവാണ്. ദിവ്യ ദൃഷ്ടിയിലൂടെ മാത്രമേ ആത്മാവിനെ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ ആത്മാവ് വളരെ സൂക്ഷ്മ ബിന്ദുവാണ്. ഇങ്ങനെ മനസ്സിലാക്കി ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ്. ആത്മാവിന്റെ സാക്ഷാത്കാരത്തിന് പരിശ്രമമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ 1000 സൂര്യനേക്കാൾ തേജോമയനാണ് എന്ന് പറയപ്പെടുന്ന പരമാത്മാവിനെ കാണാനാണ് പരിശ്രമിക്കുന്നത്. ആർക്കെങ്കിലും സാക്ഷാത്കാരം കിട്ടിയാൽ അവരും കണ്ടത് ഒരു തേജോമയ രൂപമാണ് എന്നേ പറയുള്ളൂ. കാരണം അവർ കേട്ടിട്ടുള്ളത് അതല്ലേ. ആരാണോ തീവ്രമായ ഭക്തി ചെയ്യുന്നത് അവർക്കേ കാണാൻ കഴിയൂ. ഇല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ബാബ പറയുകയാണ്, അവർ ആത്മാവിനെ പോലും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പരമാത്മാവിനെ കാണുക? ആത്മാവിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? എല്ലാവരുടെയും ശരീരത്തിനാണ് രൂപവും പേരുമെല്ലാം ഉള്ളത്. ആത്മാവ് ബിന്ദുവാണ്, വളരെ ചെറുതാണ്. അതിനെ എങ്ങനെ കാണാൻ കഴിയും? വളരെ പരിശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കില്ല. ആത്മാവിനിപ്പോൾ ബാബയിലൂടെ ജ്ഞാനത്തിന്റെ അവ്യക്ത കണ്ണ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആത്മാവ് എത്രയോ ചെറുതാണ്. ഞാനാകുന്ന ആത്മാവിൽ 84 ജന്മങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതെനിക്ക് വീണ്ടും ആവർത്തിക്കണം. ഇതും നിങ്ങൾ മനസ്സിലാക്കി. ശ്രേഷ്ഠരാകുന്നതിന് ബാബ നൽകുന്ന ശ്രീമതത്തിലൂടെ നിങ്ങൾ നടക്കണം. നിങ്ങൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും രാജകീയത വേണം. പെരുമാറ്റവും രാജകീയമായിരിക്കണം. നിങ്ങൾ ദേവതകളായി മാറും. ദേവതകൾ സ്വയം പൂജ്യരാണ്. അവരാരുടെയും പൂജ ചെയ്യില്ല. അവർ ഡബിൾ കിരീടധാരികളാണ്. അവരാരെയും പൂജിക്കുന്നില്ല. അതിനാൽ പൂജ്യരല്ലേ. സത്യുഗത്തിൽ ആരെയും പൂജിക്കേണ്ട ആവശ്യമില്ല. ബാക്കി പരസ്പരം എല്ലാവർക്കും ആദരവുണ്ടായിരിക്കും, ബഹുമാനം കൊടുക്കും. അതല്ലാതെ മനസ്സുകൊണ്ട് ആരെയും ഓർമ്മിക്കില്ല. ബഹുമാനം തീർച്ചയായും കൊടുക്കണം. ഏതുപോലെയാണോ പ്രസിഡന്റിനോട് എല്ലാവർക്കും ആദരവുള്ളത്, അദ്ദേഹം വളരെ ഉയർന്ന പദവിയിലാണ് ഇരിക്കുന്നത് എന്നറിയാം. നമസ്കരിക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ബാബ മനസ്സിലാക്കി തരുന്നത്, ഈ ജ്ഞാനമാർഗം തീർത്തും വേറിട്ടതാണ്. ഇവിടെ കേവലം സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ നിങ്ങൾ മറന്നതും അതാണ്. ശരീരത്തിന്റെ പേരാണ് ഓർമ്മയിലുള്ളത്. കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പേര് വേണം. പേരില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പരസ്പരം വിളിക്കും? കേവലം നിങ്ങൾ ശരീരധാരിയായി പാർട്ട് അഭിനയിക്കുകയാണ്. എന്നാൽ ബുദ്ധി കൊണ്ട് ശിവബാബയെ ഓർമ്മിക്കണം. കൃഷ്ണന്റെ ഭക്തർ എനിക്ക് കൃഷ്ണനെ ഓർമ്മിക്കണം എന്ന് ചിന്തിക്കും. അവർ പറയും, എവിടെ നോക്കിയാലും എല്ലായിടത്തും കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്, ഞാനും കൃഷ്ണനാണ്, നീയും കൃഷ്ണനാണ് എന്നെല്ലാം പറയും. നിങ്ങളുടെ പേര് വേറെയാണ്, അവരുടെ പേരും വേറെയായിരിക്കുമല്ലോ. പിന്നെ എല്ലാവരും എങ്ങനെയാണ് കൃഷ്ണൻ തന്നെ കൃഷ്ണൻ എന്ന് പറയുക? എല്ലാവരുടെ പേരും കൃഷ്ണൻ എന്നാവില്ലല്ലോ. ഇപ്പോൾ ബാബ പറയുകയാണ്, ഭക്തി മാർഗത്തിലെ എല്ലാ ചിത്രങ്ങളും മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ. കാണുന്ന ചിത്രങ്ങളെയൊന്നും പതിത പാവനനാണെന്ന് പറയാറില്ലല്ലോ. ഹനുമാനെയും പതിത പാവനൻ എന്ന് പറയാറില്ലല്ലോ. അനേകം ചിത്രങ്ങളുണ്ട്, എന്നാൽ അവരൊന്നും പതിത പാവനനല്ല. ഏത് ദേവിയും
ആർക്കെല്ലാം ശരീരമുണ്ടോ അവരൊന്നും പതിത പാവനരല്ല. 6-8 കൈകളുള്ള ദേവിമാരുടെ രൂപം ഉണ്ടാക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അവരാരാണ് എന്നുപോലും മനുഷ്യർ അറിയുന്നില്ല. ഇവരെല്ലാം പതിത പാവനനായ ബാബയുടെ അവകാശികളും സഹായികളുമാണ്. ഇതൊന്നും ആർക്കും അറിയില്ല. നിങ്ങളുടെ രൂപം സാധാരണമാണ്. ഈ ശരീരം വിനാശമാകും. നിങ്ങളുടെ ചിത്രങ്ങളും ഇല്ലാതാകും. എല്ലാം നശിക്കും. വാസ്തവത്തിൽ നിങ്ങളാണ് ദേവിമാർ. സീതാദേവി എന്നെല്ലാം ദേവിമാരുടെ പേര് പറയാറില്ലേ? രാമനെ ദേവത എന്ന് പറയാറില്ല. ഇപ്പോൾ നിങ്ങൾ പാവനമാകുന്നതിന് പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങൾ പറയുന്നതും പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ എന്നതല്ലേ? അതല്ലാതെ ലക്ഷ്മി നാരായണനാക്കൂ എന്നല്ലല്ലോ പറയുന്നത്. പതിതത്തിൽ നിന്നും പാവനമാക്കുന്നതും ബാബയാണ്. നരനിൽ നിന്ന് നാരായണനാക്കുന്നതും ബാബയാണ്. മനുഷ്യർ പതിത പാവനൻ എന്ന് പറയുന്നത് നിരാകാരനെയാണ്. പിന്നെ സത്യനാരായണ കഥ കേൾക്കുന്നവരെ വേറെയായി കാണിക്കുന്നുണ്ട്. ബാബ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് ഞങ്ങളെ അമരനാക്കൂ, നരനിൽ നിന്ന് നാരായണനാക്കി മാറ്റൂ എന്നൊന്നും പറയാറില്ല. വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് മാത്രമാണ് പറയുന്നത്. സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് പാവനമാക്കുന്നതും ബാബയാണ്. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് സത്യമായ കഥ കേൾപ്പിക്കുന്നു. നിങ്ങൾക്കേ ഇത് അറിയുകയുള്ളൂ. വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കളും മിത്രങ്ങളും സഹോദരനുമെല്ലാം ഉണ്ടാകാം. എന്നാൽ അവർക്കും ഇതൊന്നും അറിയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയത്തെ ശ്രേഷ്ഠരാക്കുന്നതിന് വേണ്ടി ബാബയിലൂടെ എന്ത് ശ്രീമതമാണോ ലഭിക്കുന്നത് അതിലൂടെ നടക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും പെരുമാറ്റത്തിലും രാജകീയത വേണം. 2. പരസ്പരം ആരെയും ഓർമ്മിക്കരുത്. പക്ഷെ തീർച്ചയായും ബഹുമാനം കൊടുക്കണം. പാവനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. വരദാനം: നീരസത്തിന്റെ അന്തരീക്ഷത്തിലും സന്തോഷം അനുഭവിക്കുന്ന എവർ ഹാപ്പിയായി ഭവിക്കട്ടെ. സദാ സന്തോഷത്തോടെ ഇരിക്കാനുള്ള വരദാനം ഏത് കുട്ടികൾക്കാണോ ലഭിച്ചിട്ടുള്ളത് അവർ ദുഃഖത്തിന്റെ അലകളുണ്ടാക്കുന്ന അന്തരീക്ഷത്തെ സൂര്യൻ അന്ധകാരത്തെ പരിവർത്തനപ്പെടുത്തുന്നത് പോലെ പരിവർത്തനം ചെയ്യുന്നു. അന്ധകാരത്തിന് നടുവിൽ പ്രകാശം പരത്തുക, അശാന്തിയിൽ ശാന്തി കൊണ്ടുവരിക, നീരസത്തിന്റെ അന്തരീക്ഷത്തിൽ സന്തോഷത്തിന്റെ തിളക്കം കൊണ്ടുവരിക. ഇതിനെയാണ് എവർ ഹാപ്പി എന്ന് പറയുന്നത്. വർത്തമാന സമയത്ത് ഈ സേവനത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. സ്ലോഗൻ: ആരാണോ ശരീരത്തിന്റെ ഒരു ആകർഷണത്തെയും തന്റെ നേർക്ക് ആകർഷിക്കാത്തത് അവരാണ് അശരീരി. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമായി മാറാനുള്ള ദൃഢസങ്കല്പം എടുക്കൂ. കർമാതീതം എന്നാൽ കർമ്മത്തിൽ നിന്ന് അതീതമാവുക എന്നല്ല അർത്ഥം. കർമ്മത്തിൽ നിന്നും വേറിടുകയല്ല, കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്നും വേറിടുക. ഇതിനെയാണ് കർമാതീതം എന്ന് പറയുന്നത്. കർമ്മയോഗത്തിന്റെ സ്ഥിതി കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കുന്നു. കർമ്മയോഗ സ്ഥിതി വളരെ സ്നേഹിയും അതേസമയം വേറിട്ടതുമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ആരെ എത്ര തന്നെ വലിയ കാര്യമോ പരിശ്രമമോ ചെയ്താലും അത് വലുതായി തോന്നുകയില്ല, മറിച്ച് ഇതൊരു കളിയാണെന്നേ തോന്നുകയുള്ളൂ. ഓം ശാന്തി.